ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ സീസൺ 7 മൊത്തത്തിൽ അനീഷിന്റെ ഒരു താണ്ഡവം എന്ന് തന്നെ നമുക്ക് പറയാം. അനീഷിന്റെ കളികളാണ്, അനീഷാണ് കളിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ വെറുപ്പിച്ചിട്ടാണ് ആൾ തുടങ്ങിയത്. ഇപ്പോഴും വെറുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്ന. പ്രേക്ഷകരെ വെറുപ്പിക്കുന്നുണ്ട്, കണ്ടസ്റ്റൻസിനെ വെറുപ്പിക്കുന്നുണ്ട്. ബട്ട് ചില കാര്യങ്ങളിൽ പുള്ളി ശരിയാണ്. പുള്ളിയുടെ ഗെയിം സ്ട്രാറ്റജികൾ അടിപൊളി തന്നെയാണ്. ശരിക്കും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു സീസണിന്റെ രാജാവാകാൻ പോകുന്നത് അനീഷ് തന്നെയായിരിക്കും. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വന്ന കാര്യങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് പുള്ളി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് പ്രൊഫഷൻ ആണ് ഓരോ കാര്യങ്ങളും പുള്ളി പറയുന്നതും പുള്ളി ചെയ്യുന്നതും. ഓരോ കളിക്കാരെയും അവിടെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി കളിക്കുന്നത് മാത്രമല്ല, അവിടെ ഉള്ളവരെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞു പോയ റാങ്കിങ് ടാസ്ക് തന്നെ മൊത്തത്തിൽ ചീറ്റിപ്പോകാനുള്ള മെയിൻ കാരണം നമ്മുടെ അനീഷ് തന്നെയാണ്. അനീഷിന് 1-ാം സ്ഥാനം വേണമെന്നും പറഞ്ഞുകൊണ്ട് അവസാനം ബിഗ് ബോസ് ആ ഒരു ടാസ്ക് ക്യാൻസൽ ചെയ്യുന്നത് വരെ പുള്ളി വിട്ടുകൊടുത്തില്ല. ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഈ ഒരു റാങ്കിങ് ടാസ്ക് വളരെ സമയമെടുത്താണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ നടക്കുന്നത്. ഏറ്റവും കുറച്ച് സമയം തന്നെ 3 മണിക്കൂറാണ് എടുത്തിരിക്കുന്നത്. ബാക്കി അത് മുകളിലോട്ടാണ് ഓരോ സീസണിലും ഓരോ ബിഗ് ബോസ് മലയാളം മറ്റു ഭാഷകളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും എടുക്കുന്നത്. എന്നാൽ ഇതൊരു 1 മണിക്കൂറിനുള്ളിൽ ഒരു മോർണിംഗ് ടാസ്ക് ആയിട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് സീസൺ 7 കണ്ടസ്റ്റൻസിന് കൊടുത്തത്. എന്നാൽ ഈ ഒരു കണ്ടസ്റ്റൻസിന് ഈ ഒരു ടാസ്ക് കൊടുക്കുമ്പോഴും അത് നമ്മുടെ പണിപ്പുര ടാസ്ക്, നമ്മുടെ ലക്ഷറി ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന്റെ എല്ലാം ഡ്രസ് ഐറ്റംസും കൂടെ എടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതിനകത്ത്. ഓരോ കണ്ടസ്റ്റൻസിനും പ്രോപ്പർ ആയിട്ടുള്ള ഒരു പൊസിഷൻ റാങ്ക് അനുസരിച്ച് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും കിട്ടുന്ന ആൾക്കാർക്ക് 20 സെക്കൻഡ്സും 15 സെക്കൻഡും ബാക്കിയുള്ളവർക്കെല്ലാം 10 സെക്കൻഡ്സ് വെച്ചും അവരവരുടെ സാധനങ്ങൾ എടുക്കാനും ഫുഡ് ഐറ്റംസ് എടുക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടായിരുന്നു. എന്നാൽ അനീഷിനെ സംബന്ധിച്ച് ആ ഒരു ഫുഡ് ഐറ്റംസോ അല്ലെന്നുണ്ടെങ്കിൽ ലക്ഷറി ഐറ്റംസോ സ്വന്തം ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ആള് നോക്കിയിട്ടില്ല. മറ്റുള്ളവരുടെ കൺസിഡറേഷൻ നോക്കിയിട്ടില്ല. പുള്ളി അവിടെ അസലായിട്ട് ഗെയിം കളിച്ചു എന്ന് തന്നെ പറയാം. പുള്ളി കളിച്ചെടുത്ത് കാര്യങ്ങൾ എത്തി, പുള്ളി വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ എത്തി. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബിഗ് ബോസും കൂടി അതിനെന്താ പറയാ നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുത്തു എന്ന് പറയണം. കാരണം മുൻ സീസണുകളിലൊക്കെ അതൊരു മെജോറിറ്റി ഓഫ് വോട്ടിങ്ങിലേക്ക് പോകും. ഒത്തിരി കണ്ടസ്റ്റൻസ് ഒരേ പൊസിഷനിലേക്കും അല്ലെങ്കിൽ 1-ാം സ്ഥാനം വേണം 2-ാം സ്ഥാനം വേണം എന്നൊക്കെ പറയുമ്പോൾ. ബട്ട് ഇവിടെ ബിഗ് ബോസ് പറഞ്ഞു മെജോറിറ്റി കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട, എല്ലാവരുടെയും ഒരു അപ്രൂവലും അല്ലെങ്കിൽ എല്ലാവരും അതിന് അംഗീകരിച്ചാൽ മാത്രം മുന്നോട്ട് പോയാൽ മതി. അനീഷ് മാത്രം അംഗീകരിച്ചില്ല, അവരുടെ ഒരു കാര്യങ്ങളും അംഗീകരിച്ചില്ല. മറ്റുള്ളവർക്ക് അനീഷിനെ കൺവിൻസ് ചെയ്യാനും സാധിച്ചില്ല. അവസാനം വരെയും വളരെ ശക്തിയോടെ തന്നെ വാശിയോടെ തന്നെ വാദിച്ചുകൊണ്ടിരുന്നു 1-ാം സ്ഥാനം അനീഷിന് തന്നെ വേണമെന്ന്. കുറച്ച് കണ്ടസ്റ്റൻസ് പാതി മനസ്സോടെയൊക്കെ അനീഷിന് കൊടുക്കാം, നമുക്ക് എങ്ങനെയെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ചെടുത്താൽ മതി, ഡ്രസ്സ് വാങ്ങിച്ചെടുത്താൽ മതി. എന്നാൽ കുറച്ച് പേർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അനീഷിന് അവർ 1-ാം സ്ഥാനം കൊടുക്കാൻ സാധിച്ചില്ല. എന്നിട്ടും ഫുഡ് പോകും, ഡ്രസ്സ് പോകും, എന്നിട്ട് പോലും അനീഷ ആ ഒരു 1-ാം സ്ഥാനത്തിന് അവസാനം വരെ വാശിയോടെ തന്നെ നിന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ ആ ഒരു ഗെയിം പ്ലാനിങ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മറ്റുള്ള ഒരു കണ്ടസ്റ്റൻസിനും ആ ഒരു വിചാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ വന്ന് എല്ലാവരും തന്നെ കുറച്ച് ഫുഡ് അടിച്ച് എൻജോയ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഒരു ടാസ്ക് കളിക്കണം എന്നൊന്നുമില്ല. അവർക്കത് ചിന്തിച്ചുകൂടെ? കാരണം അവസാന നിമിഷം അവർ ആ ഒരു ഡിസിഷൻ എത്തിയിട്ടാണ് ആ ഒരു ടാസ്ക് അലമ്പി പോകാനുള്ള ഒരു മെയിൻ കാരണം. ബുദ്ധിപരമായി വേണമെന്നുണ്ടെങ്കിൽ അനീഷിനെ 1-ാം സ്ഥാനത്തേക്ക് കയറ്റിവിട്ട് അവർക്ക് ഫുഡും അതുപോലെ തന്നെ ടാസ്കും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ എടുത്ത് അത്യാവശ്യം എൻജോയ് ചെയ്ത് ജീവിക്കാം. ബട്ട് പ്രേക്ഷകരത് ഓട്ടോമാറ്റിക്കലി അത് തിങ്ക് ചെയ്യും അനീഷിന്റെ കഴിവാണ്. കാരണം അനീഷാണല്ലോ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാണേലും അത് നടന്നില്ലെങ്കിൽ പോലും അനീഷ് തന്നെയാണ് അവിടെ പ്ലേ ചെയ്തിരിക്കുന്നത്. അനീഷിന്റെ കഴിവുകൊണ്ടാണ് ആ ഒരു ടാസ്ക് നടക്കാതെ പോയതും മറ്റുള്ളവർക്ക് അനീഷിന്റെ ആ വഴിയെ എത്തേണ്ടത് വന്നിട്ടും. കാരണം അത്രയും കണ്ടസ്റ്റൻസ് ഒപ്പോസ് ചെയ്ത് സംസാരിച്ചു, അവർക്കെതിരെ ഒപ്പോസ് ചെയ്ത് ഇത്രയും ദിവസം അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പോലും അധികം വെറുപ്പീരൊന്നുമില്ല. കുറച്ചൊക്കെ വെറുപ്പീരുണ്ട്. പുള്ളി പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ച് പറയുക, ചിലതൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ആകാത്ത കാര്യങ്ങൾ പറയുക. ബട്ട് സ്റ്റിൽ പുള്ളി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചിലതൊക്കെ യോജിച്ചേ പറ്റത്തുള്ളൂ, ചിലതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് എന്താ പറയുന്ന ഓരോ പേഴ്സൺസും ഡിഫറെന്റ് ആണ്, അവർക്ക് അവരുടേതായ ക്യാരക്ടർ ഉണ്ട്. ഒരു കോമണർ എന്ന നിലയിൽ പലരും ആദ്യമൊക്കെ ഒന്നും അംഗീകരിക്കാതെ നിന്നാൽ പോലും എല്ലാവരും സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇൻഫ്ലുവൻസറും ഒക്കെ ആയിട്ട് വന്നപ്പോൾ പലർക്കും പലരെ അറിയാം. അതുകൊണ്ട് മാത്രം എല്ലാവരും ആ ഒരു രീതിയിൽ എല്ലാവരെയും കാണുന്നു. അനീഷിനെ മാത്രം ഒരു കോമണർ എന്ന രീതിയിൽ നമ്മൾ തള്ളിക്കളഞ്ഞു. ബട്ട് നമ്മൾ മുൻ സീസണിലെ കോമണേഴ്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. നിൽക്കുന്ന ഇവിടുത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, പുള്ളി പറയുന്ന കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട്. വളരെ വ്യക്തമായിട്ടാണ് പുള്ളി നിലപാടുകൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്.
എന്താണെങ്കിലും സീസൺ 7ലേക്ക് വന്ന നമ്മുടെ ഒരു കോമണർ ചെറിയ കക്ഷിയല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. മിക്കവാറും ഒരു 1.5 മുതൽ തന്നെയായിരിക്കും ഈ ഒരു സീസണിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും മലയാളം ബിഗ് ബോസ് സീസൺ 7ലെ ആദ്യ കോമണർ വിന്നർ ആകാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു പോക്കാണ് എന്നുണ്ടെങ്കിൽ കുറെ പ്രേക്ഷകർക്ക് ഇപ്പോഴും യോജിക്കാൻ പറ്റാതെ തള്ളിക്കൊണ്ട് നിന്നാൽ പോലും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും യോജിക്കുമെന്ന് ഞാനും കരുതുന്നു. ബട്ട് അറിയത്തില്ല, പുള്ളി കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴത്തേനും മറ്റുള്ളവരുടെ ആ ഒരു വലയത്തിൽ വീണ് പുള്ളിയുടെ ഗെയിം മറന്നുപോയാൽ എല്ലാം പോയി. ഇതേ ഒരു സ്റ്റാൻഡ് പിടിച്ചാണ് പോകുന്നത് എങ്കിൽ ഒരു രക്ഷയില്ല മോനെ. മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാം മൊത്തത്തിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ഒരു ടാസ്കും അല്ലെങ്കിൽ ഒരു പണിയും പുള്ളിയുടെ അടുത്ത് നടക്കത്തില്ല. ബിഗ് ബോസിന്റെ ഒരു കളിയും നടക്കുന്നില്ല. പുള്ളി എന്താണോ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ തന്നെ പോകത്തുള്ളൂ. അല്ലാണ്ട് എന്ത് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്താൽ പോലും പുള്ളി വീഴില്ല. പുള്ളി പിടിച്ച സ്റ്റാൻഡിൽ അവിടെ നിൽക്കും. അതിൽ എന്ത് നഷ്ടമാകുന്നു എന്നൊന്നുമല്ല. പുള്ളി ശരിക്കും ഗെയിം കളിക്കാൻ തന്നെയാണ് വന്നത്. അല്ലാണ്ട് അവിടുത്തെ സുഖ സൗകര്യങ്ങളൊന്നും അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല വന്നത്. അവിടെ എന്ത് കിട്ടുന്നു അതൊക്കെ വെച്ച് പുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ബട്ട് പുള്ളി ഗെയിം വിട്ടിട്ട് ഒരു പരിപാടിയില്ല. റാങ്കിങ് ടാസ്ക് കാണാൻ പോകുന്നവർക്ക് മനസ്സിലാകും സംഭവം. ആദ്യം നമ്മളൊന്ന് വിചാരിക്കും മൊത്തത്തിൽ ടാസ്ക് ഒക്കെ അലമ്പി കളഞ്ഞു. കുറച്ച് പേരൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, അനീഷ് കാരണമാണല്ലോ ആ ഒരു ടാസ്ക് അലമ്പിപ്പോയി എല്ലാവർക്കും ഇത് കിട്ടാൻ. അത് നമ്മളൊരു ബിഗ് ബോസ് ഷോയിൽ വരുമ്പം അവിടെ ഫുഡ് കിട്ടാനോ അത് കിട്ടാനോ വേണ്ടി മാത്രമല്ലല്ലോ. നമ്മളുടെ ഗെയിം അവിടെ കാണിക്കണം, പ്രേക്ഷകർ കാണണം നമ്മൾ എങ്ങനെയാണ് കളിച്ചതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ വഴിക്ക് എത്തിച്ചതെന്നും നമ്മൾ എങ്ങനെ കളിപ്പിച്ചു എന്നതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷല്ലേ അവിടുത്തെ താരം, മറ്റുള്ളവരല്ല. മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. 19 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അനീഷ് എന്ത് വിചാരിച്ചു അവിടെ നിന്ന് കാര്യങ്ങൾ വേറെ ആർക്കും ഒന്നും അനീഷിനെ ഒന്ന് കൺവിൻസ് ചെയ്യാനോ അനീഷിനെ അവിടെ നിന്ന് മാറ്റാനോ പോലും സാധിച്ചില്ല. എന്ത് നടന്നുകൊള്ളട്ടെ എന്നുള്ള ഒറ്റ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ഒറ്റയ്ക്ക് നിന്ന് അവിടെ അനീഷ് പോരാടിയത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെങ്കിലും വരും ദിവസങ്ങളിലൊക്കെ അനീഷ് ഈ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുമോ. എന്താണെന്നുണ്ടെങ്കിലും ആള് കുറച്ച് ഫണ്ണാണ്. കുറച്ച് ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ആള് നല്ല രീതിയിലുള്ള ഫൺ എലമെന്റ് കൂടി പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. കൂടത്തിൽ പുള്ളി ഒരിക്കലും പുള്ളിയുടേതായിട്ടുള്ള കുറച്ച് വിശ്വാസങ്ങളും സ്റ്റാൻഡുകളും ഒന്നും വിട്ടുകളയാതെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. കുറെ പേയ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇൻഫ്ലുവൻസർ സ്റ്റാറ്റസും ഒക്കെ ആയിട്ട് വന്ന കുറെ വാഴ കണ്ടസ്റ്റൻസിനും ഒന്നും അവിടെ ചെയ്യാതെ വെറുതെ ഓരോ മൂലയ്ക്ക് കൂടി ഇരുന്ന് കുറ്റവും പരദൂഷണവും പറഞ്ഞിരിക്കുന്ന കുറെ കണ്ടസ്റ്റൻസിലും എത്രയോ ബെറ്റർ ആണ്. ഇത്രയെങ്കിലും ചെയ്ത് അവിടെ വന്നിട്ട് ഇത്ര ദിവസമായിട്ടും അനീഷ് എന്ന കണ്ടസ്റ്റന്റ് ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നിട്ടില്ല. പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. അത് വെറുപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഇഷ്ടം നേടിയെടുത്തിട്ടാണെന്നുണ്ടെങ്കിലും. സോ നമുക്ക് നോക്കാൻ വരും ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക.